الحمد لله وحده والصلاة والسلام على من لا نبي بعده. صحيح الترغيب والترهيب كتاب الصلاة അടുത്ത ഫസ്ൽ الترهيب من تأخر الرجال إلى أواخر صفوفهم وتقدم النساء إلى أوائل صفوفهن ومن اعوجاج الصفوف. പുരുഷന്മാർ അവരുടെ സഫുകളിൽ അവസാനത്തിലാകുന്നതിനെയും അതുപോലെ സ്ത്രീകൾ അവരുടെ സഫുകളിൽ ആദ്യത്തേതിലാകുന്നതിനെയും നിരുത്സാഹപ്പെടുത്തുന്ന അതിൻ്റെ ഗൗരവം അറിയിക്കുന്ന ഹദീസുകൾ, അതുപോലെ സുഫ് വളഞ്ഞു പോകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, ഇതെല്ലാം സൂക്ഷിക്കേണ്ടതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകളാണ്. ഇപ്പോൾ കഴിഞ്ഞ ഫസ്ലുകളിൽ ഒന്നാമത്തെ സഫിൻ്റെയും സഫ് നേരെയാക്കുന്നതിൻ്റെയും ചേർന്ന് നിൽക്കുന്നതിനെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ഹദീസുകളാണ് വന്നത്. എന്നാൽ ഇതിൻ്റെ ഗൗരവത്തെ അറിയിക്കുന്ന ഹദീസുകളാണ് ഈ ഫസ്ലിൽ. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم خير صفوف الرجال أولها وشرها آخرها. പുരുഷന്മാരുടെ സഫിൽ ഏറ്റവും ഖൈറായിട്ടുള്ളത് ആദ്യത്തേതാണ്, ഷർറായിട്ടുള്ളത് അവസാനത്തേതാണ്. وخير صفوف النساء آخرها وشرها أولها. സ്ത്രീകളുടെ സഫിൽ ഏറ്റവും ഖൈറായിട്ടുള്ളത് അവസാനത്തേതും ഷർറായിട്ടുള്ളത് ആദ്യത്തേതുമാണ്. മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു ഹദീസാണ്. പുരുഷന്മാരുടെ സഫിന്റെ വിഷയത്തിൽ നമ്മൾ വേറെയും ഹദീസുകളിലൂടെ നമുക്കറിയാം. ഒന്നാമത്തെ സഫിൽ ആദ്യ സഫ് എത്തുക എന്നുള്ളതാണ് ഏറ്റവും ഖൈറായിട്ടുള്ളത്. അവസാനത്തിലേക്കാവുക എന്നുള്ളത് ഷർറായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഒരു നിസ്കാരത്തിലൊഴികെ അത് എതിരായിട്ടാണ്. അതായത് വെച്ചാൽ ജനാസ നിസ്കരിക്കുന്ന സമയത്ത് ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞത് അതിൽ അവസാനത്തെ സഫിനാണ് കൂടുതൽ ഫദ്ൽ എന്നാണ്. അതായത് ജനാസ നിസ്കാരത്തിൽ അത് യഥാർത്ഥത്തിൽ ഒരു ദുആവും ഷഫാഅത്തുമാണ്. നിസ്കാരം എന്ന് പറയുന്നുണ്ടെങ്കിലും ജനാസ മയ്യത്ത് നിസ്കാരം ഒരു ദുആവും ഷഫാഅത്തുമാണ്. അതിന് സഫുകളുടെ എണ്ണം കൂടുക എന്നുള്ളതിന് പ്രത്യേകം ഫദ്ലുണ്ട്. ഇപ്പോൾ കുറച്ച് ആളുകളാണെങ്കിലും 3 സഫായിട്ട് നിസ്കരിക്കലാണ് കൂടുതൽ ആ ഷഫാഅത്ത് സ്വീകരിക്കാനുള്ള കാരണമാകുന്നതുമെല്ലാം ഹദീസിൽ കാണാം. അതിന്റെ അടിസ്ഥാനത്തിൽ അവസാനത്തേതാണ് ഖൈർ എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു. മറ്റു പണ്ഡിതന്മാർ ഇതുപോലെ തന്നെ സാധാരണ നിസ്കാരം പോലെ തന്നെ ഒന്നാമത്തെ സഫിന് ഫദ്ലുണ്ട്, പക്ഷേ ഒരു സഫിനുള്ള ആളുകളെ ഉള്ളൂ. അങ്ങനെയെങ്കിലും 3 സഫായി നിസ്കരിക്കുമ്പോൾ ആ 3 സഫിലുള്ളവർക്കും ഒരേപോലെ തന്നെ ഫദ്ലുള്ള ഒന്നാമത്തെ സഫിന് നമ്മൾ കണക്കാക്കുന്ന ഫദ്ൽ തന്നെ മൂന്നാമത്തെ സഫിലുള്ള ആൾക്കും കിട്ടും എന്ന് പറഞ്ഞത് കാണാം. അപ്പൊ ജനാസ നിസ്കാരം ഒഴികെ ബാക്കി ഏത് ജമാഅത്തായിട്ടുള്ള നിസ്കാരത്തിലും ഒന്നാമത്തെ സഫിന്റെ ഫദ്ല് നമ്മൾ മനസ്സിലാക്കണം. സ്ത്രീകളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞു, ഇതിന്റെ ഉദ്ദേശം പുരുഷന്മാരും സ്ത്രീകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് പുരുഷന്മാരും മുൻപിലും പിൻഭാഗത്ത് സ്ത്രീകളും ഉണ്ടാകും. മറയോ അല്ലെങ്കിൽ കർട്ടനോ ഒന്നുമില്ലാത്തൊരവസ്ഥയിലാണ് അങ്ങനെ ഉണ്ടായിരുന്നത്. അപ്പോ അതിലാണ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്നും സൂചിപ്പിച്ചത് കാണാം. وعن أبي سعيد رضي الله عنه أن رسول الله صلى الله عليه وسلم رأى في أصحابه تأخرا. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ സ്വഹാബികളിൽ നിസ്കാരത്തിന് ഒന്നാമത്തെ സഫിലേക്ക് എത്താതെ ഒന്ന് വൈകുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു. ഫഖാല ലഹും, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, തഖദ്ദമു, നിങ്ങൾ മുന്നോട്ട് നിൽക്കുക. ഫഅ്തമ്മു ബി, എൻ്റെ പിന്നിലായിക്കൊണ്ട് നിങ്ങൾ അണിനിരക്കുക. വലിയഅ്തമ്മ ബിക്കും മൻ ബഅദക്കും, അതിനുശേഷമുള്ള ആളുകൾ നിങ്ങളെ പിന്നിലായിക്കൊണ്ട് അണിനിരക്കട്ടെ, സഫയിൽ നിൽക്കട്ടെ. ലാ യസാലു ഖൗമുൻ യതഅഖറൂന ഹത്താ യുഅഖിറഹുമുല്ലാഹ്. ഒരു സമൂഹം അവർ പിന്നിലാകുന്നില്ല. അപ്പൊ സഫിന്റെ വിഷയത്തിലാവട്ടെ അവർ പിന്നിലായിക്കൊണ്ട് തന്നെ ഇരിക്കുന്ന അവസ്ഥയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പിന്നിലാക്കും എന്ന നിലക്ക് പറഞ്ഞത് കാണാം. എന്താണ് അതിന്റെ ഉദ്ദേശം? അതായത് പിശാച് ഒരാളെ തെറ്റിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ വലിയൊരു തെറ്റിലേക്ക് വീഴ്ത്തുന്ന അവസ്ഥയിലാകില്ല. ചെറിയ 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 ഓരോ അശ്രദ്ധയിലൂടെയും ഓരോ പാപങ്ങളിലൂടെയുമാണ് വലിയ തെറ്റിലേക്ക് എത്തിക്കുക. അപ്പോൾ ഒരാൾ ഒന്നാമത്തെ സഫിലേക്ക് എത്താൻ പരിശ്രമിക്കുന്നില്ല, മുൻപിലേക്ക് എത്താൻ പരിശ്രമിക്കുന്നില്ല, പിന്നിലായിക്കൊണ്ട് നിൽക്കുകയാണെങ്കിൽ പിന്നീട് ജമാഅത്തിന് എത്താതെ അത് വൈകിപ്പിക്കുന്ന, നിസ്കാരം വീട്ടിലാക്കുന്ന, പിന്നെ നിസ്കാരം തന്നെ ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് വൈകിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഒരാൾ അവൻ വേണമെന്നുകൊണ്ട് അവന് സാധിച്ചിട്ടും അവന് ശ്രമിച്ചിട്ടും എത്താൻ സാധിക്കും, എന്നിട്ടും അതിനൊന്നും അവൻ ശ്രദ്ധിക്കാതെ നിസ്കാരത്തിൽ പിന്നിലായിക്കൊണ്ട് നിൽക്കുകയാണെങ്കിൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെയും ഇങ്ങനെ അകറ്റിക്കൊണ്ടേയിരിക്കുമെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എപ്പോഴും പരിശ്രമിക്കേണ്ട കാര്യമാണ് ഒന്നാമത്തെ സഫിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ മുൻപിലേക്ക് എത്തുക എന്നുള്ളത്.
وعن عائشة رضي الله عنها قالت قال رسول الله صلى الله عليه وسلم لا يزال قوم يتأخرون عن الصف الأول حتى يؤخرهم الله. നേരത്തെ പറഞ്ഞ അതേ ഹദീസിന്റെ ആശയം. ഒരു സമൂഹം സഫുകളിൽ വൈകിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ജമാഅത്തിൽ മുന്നിലെത്താതെ പിന്നിലായിക്കൊണ്ട് തന്നെ നിൽക്കുകയാണെങ്കിൽ അള്ളാഹു അവരെ ഇങ്ങനെ പിന്നിലാക്കിക്കൊണ്ടേ ഇരിക്കും. وعن أبي مسعود رضي الله عنه قال كان رسول الله صلى الله عليه وسلم يمسح مناكبنا في الصلاة ويقول നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ തോളുകൾ ഇങ്ങനെ തട്ടി നേരെയാക്കി കൊണ്ട് പറയാറുണ്ട്, ഇസ്തവു, നേരെ നിൽക്കുക, ലാ തഖ്തലിഫു, നിങ്ങൾ ഇങ്ങനെ ഭിന്നിച്ച് നിൽക്കരുത്, അഥവാ വളഞ്ഞും ഒരാൾ മുന്നിലും ഒരാൾ പിന്നിലൊക്കെ ആയിട്ട് നിൽക്കരുത്. ഫതഖ്തലിഫ ഖുലൂബുക്കും, അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ കൽബുകൾ ഭിന്നിച്ചു പോകും. ലയലീനി മിൻകും ഉലുൽ അൽഹാമി വന്നുഹാ, നിങ്ങളിലുള്ള ബുദ്ധിയുള്ളവരും അതുപോലെ തന്നെ പ്രായപൂർത്തി എത്തിയിട്ടുള്ളവരും എന്നോട് ചേർന്ന് നിൽക്കട്ടെ. തുമ്മല്ലദീന യലൂനഹും തുമ്മല്ലദീന യലൂനഹും, പിന്നെ അതിനോടടുത്തായിട്ടുള്ള ആളുകളായിട്ട് നിൽക്കട്ടെ. ഇവിടെ ഒന്നാമത്തെ ഭാഗം നമ്മൾ മുമ്പ് കഴിഞ്ഞ ഹദീസുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, സഫ് വളയാതെ നേരെ നിൽക്കുക എന്നുള്ളത്. പിന്നീട് വന്നിട്ടുള്ളത് ഇമാമിനോട് ഏറ്റവും അടുത്ത് നിൽക്കേണ്ടത് ആരാണ് എന്നുള്ളതാണ്. ഉലുൽ അഹ്ലാം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബുലൂഗ്, പ്രായപൂർത്തി എത്തിയിട്ടുള്ള വലിയ ആളുകൾ. വന്നുഹ എന്ന് പറഞ്ഞാൽ ഉഖൂൽ, ബുദ്ധിയുള്ള അറിവുള്ള ആളുകൾ. അപ്പോൾ ഇമാമിനോട് ഏറ്റവും അടുത്ത് നിൽക്കേണ്ടത് അറിവുള്ള പ്രായപൂർത്തി എത്തിയിട്ടുള്ള വലിയ ആളുകളാണ്. ഹെഫ്ളുള്ള, ദീനിൽ അറിവുള്ള അങ്ങനെയുള്ള ആളുകളാണ് മുന്നിലായി നിൽക്കേണ്ടത്. പിന്നീട് അതിനനുസരിച്ച് ആ ഒരു അവസ്ഥയിൽ അങ്ങനെ നിൽക്കുകയാണ് വേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതിന്റെ അർത്ഥം ഒരിക്കലും ഒന്നാമത്തെ സഫിലെത്തിയ കുറച്ച് വലുപ്പമുള്ള കുട്ടികളെ, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളല്ല, ഒരു വകതിരിവൊക്കെ എത്തിയ കുട്ടികളെ ആദ്യം അവരെത്തിയിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ മാറ്റി ഇങ്ങനെയുള്ള വലിയ ആളുകൾ നിൽക്കണം എന്നല്ല. പല പണ്ഡിതന്മാരും, ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അടക്കമുള്ള പണ്ഡിതന്മാർ ഒരിക്കലും ഒന്നാമത്തെ സഫിൽ എത്തിയിട്ടുള്ള ആളുകളെ പിന്നീട് അവർ മാറ്റാൻ പാടില്ല എന്നാണ്, കുട്ടികളാണെങ്കിലും. പക്ഷെ ഇങ്ങനെയുള്ള ആളുകൾ, അറിവുള്ള ആളുകൾ, ഹിഫ്ദുള്ള ആളുകൾ, അവരെല്ലാം ഇമാമിനോട് അടുത്ത് നിൽക്കാൻ വേണ്ടി പരിശ്രമിക്കണം. അങ്ങനെയുള്ള ആളുകളാണ് ഇമാമിനോട് അടുത്ത് നിൽക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ചില ആളുകൾ ധരിച്ചു വെച്ചിട്ടുള്ളത് കുട്ടികളെ ഇങ്ങനെ ഒന്നാം സോഫിൽ നിൽക്കാതെ വലിയ ആളുകൾക്ക് വേണ്ടി അത് മാറിക്കൊടുക്കണം എന്ന നിലക്ക് ചില ആളുകൾ പറയാറുണ്ട്. അതല്ല അതിന്റെ ഉദ്ദേശം. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഈ ആളുകൾ ആദ്യം എത്താൻ ശ്രമിക്കുകയാണ് വേണ്ടത്. وعن النعمان بن بشير رضي الله عنهما قال سمعت رسول الله صلى الله عليه وسلم يقول لتصون صفوفكم أو ليخالفن الله بين وجوهكم. നേരത്തെ പറഞ്ഞ ഹദീസാണ്. സഫ് നേരെയാക്കുക, അല്ലെങ്കിൽ അള്ളാഹു നിങ്ങളുടെ മുഖം ഭിന്നിപ്പിച്ച് കളയും, കൽബ് പോലെ തന്നെ നിങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാകുമെന്നർത്ഥം. മറ്റൊരു റിവായത്തിൽ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസവ്വി സുഫൂഫന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ സഫുകളെ നേരെയാക്കാറുണ്ട്, വളഞ്ഞിട്ടില്ലാത്ത രീതിയിൽ നേരെയാക്കാറുണ്ട്. ഹത്താ കഅന്നമാ യുസവ്വിയ ബിഹാ അൽഖിദാഹ, അമ്പിനെ മൂർച്ച കൂട്ടി അണിനിരത്തി വെക്കുന്നത് പോലെ ഞങ്ങൾ അടുപ്പിച്ച് നിർത്താറുണ്ട് വളയാതെ. ഹത്താ റഅ അന്നാ ഖദ് അഖിൽനാ അൻഹു, അത് ഞങ്ങൾ നേരെ നിന്നു എന്ന് ഉറപ്പിക്കുന്നവരെ. തുമ്മ ഖറജ യൗമൻ ഫഖാമ ഹത്താ കാദ യുകബ്ബിർ, അങ്ങനെ ഒരു ദിവസം എല്ലാ സൊഫെല്ലാം നേരെയാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തക്ബീറത്തുൽ ഇഹ്റാം നിസ്കാരം തുടങ്ങാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഫറഅ റജുലൻ ബാദിയൻ സദ്റഹു മിനസ് സഫ്, ഒരു അറാബിയെ കാണുകയുണ്ടായി സൊഫിൽ നിന്ന് കുറച്ച് തെറ്റിയിട്ട് നിൽക്കുന്നത്, മുന്നിലേക്കായിട്ടൊക്കെ നിൽക്കുന്നത്. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇബാദല്ലാഹ് ലതുസവ്വന്ന സുഫൂഫക്കും ഔ ലയുഖാലിഫന്ന അല്ലാഹ് ബൈന വുജൂഹിക്കും, നിങ്ങൾ സഫ് നേരെയാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ മുഖങ്ങൾ ഭിന്നിച്ചു പോകും, കൽബുകൾ ഭിന്നിച്ചു പോകുന്നത് പോലെ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു റിവായത്തിൽ അഖ്ബല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലന്നാസ് ബിവജ്ഹിഹി ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം നിൽക്കുമ്പോൾ ആളുകളുടെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, അഖീമു സുഫൂഫക്കും ഔ ലയുഖാലിഫന്ന അല്ലാഹു ബൈന ഖുലൂബിക്കും, നിങ്ങൾ സഫുകൾ നേരെയാക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കൽബുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭിന്നിപ്പിക്കും. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഖാല ഫറഅയ്തു الرجل يلزق منكبه بمنكب صاحبه وركبته بركبة صاحبه وكعبه بكعبه, ഞാൻ കണ്ടിട്ടുണ്ട് സഹാബികൾ അവർ പരസ്പരം തോള് ചേർന്ന് നിൽക്കുന്ന, അതുപോലെ കാൽമുട്ടുകളും ഞെരിയാണികളും പരസ്പരം ചേർന്ന് നിൽക്കുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ പരസ്പരം ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും തൊട്ടടുത്തുള്ള ആൾക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ അയാളുടെ കാലിന്റെ മേലെ ചവിട്ടിക്കൊണ്ടോ അയാളെ ഉന്തി നിന്നുകൊണ്ടോ അങ്ങനെയൊന്നുമല്ല.
ചേർന്ന് നിൽക്കുക എന്നുള്ളത് അത് ഉദ്ദേശമുള്ളൂ. ചില ആളുകൾ ഇതിൽ കുറച്ച് ഗുലുവ് കാണിച്ച് മറ്റുള്ള ആൾക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ പിന്നെ അമർത്തി ചവിട്ടിക്കൊണ്ടും അങ്ങനെയൊക്കെ ചെയ്യുന്ന കാണാം. അങ്ങനെ അതല്ല അതിന്റെ ഉദ്ദേശം. അടുത്ത് നിൽക്കുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശമുള്ളൂ എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. وعن البراء بن عازب رضي الله عنه قال كان رسول الله صلى الله عليه وسلم يتخلل الصف من ناحية إلى ناحية يمسح صدورنا ومناكبنا ويقول നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫുകൾക്കിടയിലൂടെ ഓരോ ഭാഗത്ത് നിന്ന് വന്നിട്ട് സഹാബികളെ അവരുടെ നെഞ്ചും തോളുമെല്ലാം ഒപ്പമാക്കി വെക്കാറുണ്ട്, നിർത്താറുണ്ട്. ലാ തഖ്തലിഫു ഫതഖ്തലിഫ ഖുലൂബുക്കും എന്നിട്ട് പറയാറുണ്ട്, നിങ്ങൾ ഭിന്നിക്കരുത്, നിങ്ങളുടെ കൽബുകൾ ഭിന്നിച്ചു പോകും. ഇന്ന അല്ലാഹു വമലായികതഹു യുസല്ലൂന അല സുഫൂഫിൽ അവൽ, അല്ലാഹു മലക്കുകളും ഒന്നാമത്തെ സഫിന് വേണ്ടി സ്വലാത്ത് ചൊരിയുന്നു എന്ന് കാണാം. പിന്നെ ഹദീസുകൾ കഴിഞ്ഞ് പിന്നെ ഇതേ ഹദീസുകളിലെ വേറെ റിവായത്തുകൾ മുമ്പ് വായിച്ചിട്ടുള്ളതാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല. ബറക്കല്ലാഹു ഫീക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.